കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ആർ ശ്രീലേഖയുടെ വോട്ട് അസാധുവായതായി റിപ്പോർട്ട്. ബാലറ്റ് പേപ്പറിൽ ഒപ്പിടാത്തതിനെ തുടർന്നാണ് വോട്ട് അസാധുവായത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI യൂണിറ്റ് പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് നടപടിയുണ്ടായത്. സാമ്പത്തിക ക്രമക്കേടും സംഘർഷങ്ങളും തുടർച്ചയായതോടെയാണ് നടപടിയുണ്ടായതെന്നാണ് ലഭിക്കുന്ന വിവരം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇതിന്റെ ഫലമായി കേരളത്തിൽ 3 ദിവസം മഴ ശക്തമാകും. ജനുവരി 10-ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. വെനസ്വേലയിലെ ഇടക്കാല ഭരണകൂടത്തിന് മുന്നിൽ കർശന നിബന്ധനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന, റഷ്യ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് എണ്ണ ഉൽപാദനത്തിനും വിതരണത്തിലും അമേരിക്കയുമായി മാത്രം സഹകരിക്കണമെന്നറിയിച്ചു. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. നേരത്തെ നോട്ടീസ് നൽകിയപ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് സമയം നീട്ടിവാങ്ങുകയായിരുന്നു. ഇന്ന് ഹാജരാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും അൻവർ എത്തിയില്ല. ASF ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ വായ്പ ദുരുപയോഗം നടത്തിയതായി ED നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. ഡൽഹിയിലെ രാംലീല മൈതാൻ പ്രദേശത്തെ ഒരു പള്ളിക്ക് സമീപം നടന്ന കയ്യേറ്റ വിരുദ്ധ നീക്കം അക്രമാസക്തമായതിനെ തുടർന്ന് കുറഞ്ഞത് 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. രാംലീല മൈതാനത്തിനടുത്തുള്ള തുർക്കമാൻ ഗേറ്റിലെ ഫൈസി ഇലാഹി മസ്ജിദിന് സമീപമുള്ള കയ്യേറ്റ പ്രദേശത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പൊളിച്ചുമാറ്റൽ നടപടി സ്വീകരിച്ചതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഇൻഡോറിലെ ജലമലിനീകരണത്തിന്റെ വെളിച്ചത്തിൽ ജലവിതരണ പൈപ്പ് ലൈനുകളുടെ പതിവ് പരിശോധന ശക്തമാക്കാൻ ഡൽഹി ജലമന്ത്രി പർവേസ് സാഹിബ് സിംഗ് ഈ ആഴ്ച ആദ്യം ഡൽഹി ജൽ ബോർഡിന് നിർദ്ദേശം നൽകിയതായി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. സൈബർ ഭീകരാക്രമണ കേസിലെ അന്വേഷണത്തിന്റെ ഭാഗമായി ജമ്മു കാശ്മീർ പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് വിഭാഗം താഴ്വരയിലെ 1-ലധികം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സൈബർ തട്ടിപ്പുകൾക്കും ഭീകരവാദ ധനസഹായത്തിനും ആക്കം കൂട്ടുന്ന ഇത്തരം അക്കൗണ്ടുകൾക്കെതിരെ പോലീസ് നടപടി ശക്തമാക്കിയതോടെ കൗണ്ടർ ഇന്റലിജൻസ് കശ്മീർ മ്യൂൾ അക്കൗണ്ടുകൾക്കെതിരെ വൻതോതിൽ നടപടി സ്വീകരിച്ചതായി അവർ പറഞ്ഞു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനുള്ള ഓപ്ഷനുകളെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സംഘവും ചർച്ച ചെയ്യുന്നുണ്ടെന്നും ലക്ഷ്യം കൈവരിക്കുന്നതിന് US സൈന്യത്തെ ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു ഓപ്ഷനാണെന്നും വൈറ്റ് ഹൗസ് ചൊവ്വാഴ്ച പറഞ്ഞു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ US അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ആർട്ടിക് മേഖലയിലെ ഒരു തന്ത്രപ്രധാനമായ US കേന്ദ്രമായി ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ അഭിലാഷം റഷ്യയുടെയും ചൈനയുടെയും താൽപര്യം വർദ്ധിച്ചു വരികയാണ്.